വെൽക്കം ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്. ചക്കയുടെ സീസൺ വരുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പലഹാരമാണ് കുമ്പിളപ്പം. അപ്പോൾ ഇന്ന് കുമ്പിളപ്പം ഉണ്ടാക്കുന്ന രീതി നമുക്ക് കാണാം. കുമ്പിളപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. മെയിനായിട്ട് വേണ്ടത് ചക്കപ്പഴം. ഞാനിവിടെ എടുത്തേക്കുന്നത് ചക്ക പഴം മിക്സിയിലിട്ടൊന്ന് പ്യൂർ ചെയ്തെടുത്തേക്കുന്നതാണ് 1 കപ്പ്. പ്യൂർ ചെയ്ത ശേഷം 1 കപ്പാണ്. പിന്നെ കൂടാതെ ഗ്രേറ്റഡ് കോക്കനട്ട് വേണം, പുട്ടുപൊടി, ശർക്കര, ജീരകം, ഉപ്പ്. ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഈ കുമ്പിളപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ കണ്ടു നോക്കാം. ആദ്യം ഒരു ബോൾ എടുക്കുകയാണ്. ഈ ബോളിലേക്ക് ഈ പ്യൂർ ചെയ്ത് വെച്ചേക്കുന്ന ചക്ക 1 കപ്പാണിത് കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. കുമ്പിളപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചക്ക വഴറ്റിയിട്ടും ഉണ്ടാക്കും. ഇത് എളുപ്പമുള്ള മെത്തേഡാണ്. എനിക്ക് ടേസ്റ്റ് വൈസ് ഇച്ചിരി ഇഷ്ടവും ഇത് തന്നെയാണ്. ഇതിലേക്ക് 1/4 കപ്പ് ശർക്കര. അപ്പോൾ ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് ഷുഗർ വേണമെങ്കിലും ചേർക്കാം. നല്ല മധുരമുള്ള ചക്കയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 1/4 കപ്പ് ജാഗ്രി യൂസ് ചെയ്താൽ മതി. ഇത് നല്ല ക്ലീൻ ജാഗ്രി ഉപയോഗിച്ചേക്കുന്നതുകൊണ്ടാണ് ഡയറക്റ്റ് ഉപയോഗിക്കുന്നത്. അല്ല എങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് തിക്കാക്കിനകത്തേക്ക് ഒഴിച്ചാലും മതി. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് തേങ്ങ 1 കപ്പ് തേങ്ങയുടെ ചേർക്കാം. 1/2 കപ്പ് തൊട്ട് 1 കപ്പ് വരെ ഇടാം. കൂടുതൽ തേങ്ങ ഉണ്ടെങ്കിൽ നല്ല രുചിയായി, ഇച്ചിരി ഫ്ലഫിയർ ആയിരിക്കും. പിന്നെ ചതച്ച ജീരകം 1 ടീസ്പൂൺ, നന്നായിട്ട് ക്രഷ് ചെയ്തത് 1 ടീസ്പൂൺ, നല്ലൊരു നുള്ള് ഉപ്പ്. ഇതിലേക്ക് അടുത്ത നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഉപയോഗിക്കാറുള്ളത് പുട്ടുപൊടിയാണ്. പുട്ടുപൊടി 1/2 കപ്പ് അതോടെ ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ വെച്ച് നന്നായിട്ട് കുഴയ്ക്കാം. ഈ സമയത്ത് ശർക്കരയുടെ മെൽറ്റ് ചെയ്യാതെ കിടക്കുന്ന പീസസ് എല്ലാം ഉണ്ടെങ്കിൽ അതങ്ങ് ഉടച്ചെടുക്കുക. ജാഗ്രി പൗഡർ എന്ന് പറഞ്ഞിട്ട് ഓർഗാനിക്കൊക്കെ കിട്ടും. അപ്പോൾ അത് നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് എടുത്ത് ഉപയോഗിക്കാം. ക്ലീനാണ്, ഒട്ടും മണ്ണും ചെളിയൊന്നും ഇല്ലാണ്ട് കിട്ടും. ഈ സമയത്ത് മധുരം ചെക്ക് ചെയ്യുക കേട്ടോ. ഇനഫ് ആണെങ്കിൽ ഇത് മതി, അല്ല എങ്കിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കര കൂടുതലോ ചേർക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി ലൂസാണ്. ഇരിക്കുമ്പം ഇതങ്ങ് നന്നായിട്ട് ഇച്ചിരി ടൈറ്ററാവും. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 മണിക്കൂർ അടച്ച് മാറ്റി വെക്കാം. നമ്മുടെ ഡോ റെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 1/2 അവറോളമായി. ഇനി നമുക്ക് കുമ്പിളിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം. കുമ്പിളപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് എടനേലയാണ് വേണ്ടത്. നമ്മൾ ഡോവിൻ്റെ ടെക്സ്ചർ നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നേരത്തെ നല്ല ലൂസായിരുന്നു, ഇപ്പോൾ കണ്ട നല്ല ടൈറ്റായി. പുട്ടുപൊടിയാണല്ലോ നമ്മൾ ഉപയോഗിച്ചത്. അപ്പം പുട്ടുപൊടി വെള്ളം നന്നായിട്ട് വലിച്ചെടുക്കും. അപ്പോൾ അതിനൂടെ ഫേമറാവും. അതിനാണ് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കുമ്പിൾ ഷേപ്പിലാക്കുക. ആക്കിയിട്ട് അതിനകത്തേക്ക് ഈ മാവ് ഫില്ല് ചെയ്യുക. ഈ ഇലയുടെ ടിപ്പ് വെച്ച് തന്നെ അകത്തേക്ക് കുത്തി അങ്ങ് വെക്കുക. ഈ ഒരു പ്രോസസ്സ് ചെയ്യുക. ഇപ്പം ഇലയുടെ വലുപ്പം അനുസരിച്ച് കുമ്പിളപ്പത്തിനും സൈസ് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇല വലുതാണെങ്കിൽ വലിയ കുമ്പിളായിരിക്കും, വലിയ കുമ്പിളപ്പമായിരിക്കും. ചെറിയ ഇലയ്ക്കകത്തും ചെറിയ കുമ്പിളപ്പം.
ഈ ഇല ഉപയോഗിക്കുന്നത് നല്ലൊരു മണമാണ്. സ്റ്റീം ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു മണമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇല യൂസ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് കാണിച്ച ഈ ക്വാണ്ടിറ്റിയിൽ നമുക്കൊരു 10 കുമ്പിളപ്പമാണ് കിട്ടുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. നമ്മൾ കുമ്പിളപ്പം സ്റ്റീം ചെയ്യാൻ വെക്കുമ്പം എപ്പോഴും നമ്മൾ കുത്തിയ ഭാഗമില്ലേ, കുത്തിയ ഭാഗം അടിയിലേക്ക് പോകുന്ന രീതിയിൽ വേണം വെക്കാൻ. അപ്പോൾ നന്നായിട്ട് സ്റ്റീം വരാൻ തുടങ്ങി. ഈ സമയത്ത് നമുക്ക് അടച്ചു വെക്കാം. ഇത് 10 to 15 മിനിറ്റ്സ് എടുക്കും നന്നായിട്ട് കുക്കാവാനായിട്ട്. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കുമ്പിളപ്പം സ്റ്റീം ചെയ്യാൻ തുടങ്ങിയിട്ട് 10-15 മിനിറ്റ്സ് ആയി. ഇനി നമുക്ക് ഓഫ് ചെയ്തിട്ട് മാറ്റാം, ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഈ ട്രഡീഷണൽ ചക്കക്കുമ്പിൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. ഇത് കുമ്പിളപ്പം എന്ന് പറയും, ചക്കക്കുമ്പിൾ എന്ന് പറയും, എടനയപ്പം എന്ന് പറയും, അങ്ങനെ പല പേരിൽ ഇത് അറിയപ്പെടും. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. ട്രഡീഷണൽ ഡിഷാണ്, ഹെൽത്തിയർ ഒരു ഓപ്ഷനാണ്. കാരണം സ്റ്റീംഡ് ആണ്, ഫ്രൈഡ് അല്ല, ശർക്കരയാണ് ഉപയോഗിച്ചേക്കുന്നത്. ശർക്കര, ചക്കയുടെ പ്യൂറി എല്ലാം ഉണ്ട്. എല്ലാം ഹെൽത്തിയർ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.